ഓണാക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു ഫാമിലി വ്ളോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. രാവിലെ ആദ്യം തന്നെ ഉണ്ണീനെ എഴുന്നേൽപ്പിക്കാമെന്ന് ഓർത്തു. ഉണ്ണി എന്നും ഈ ഉണ്ണിയുടെ കൊമ്പനാനേയും കെട്ടിപ്പിടിച്ചാട്ടോ എന്നും കിടക്കുന്നത്. ഉണ്ണീനെ എഴുന്നേൽപ്പിച്ച് പല്ല് തേപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടാസ്ക് തന്നെയാണ്. പുള്ളി രാവിലെ സ്ലേറ്റൊക്കെ ആയിട്ടാട്ടോ പല്ല് തേക്കാൻ വേണ്ടി വന്നേക്കണേ. പല്ല് തേച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് പാൽ കുടിക്കണം, അത് നിർബന്ധമാണ്. പക്ഷേ പൂപ്പി അങ്ങനെയല്ല കേട്ടോ. പൂപ്പി രാവിലെ തന്നെ ആരും വിളിക്കാതെ തന്നെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ലക്ഷ്മി. നമ്മുടെ സദ്യക്കുള്ള സാമ്പാർ, തോരൻ, അവിയൽ, പച്ചടി, കിച്ചടി, മധുരക്കറി, അങ്ങനെ ഒട്ടുമിക്ക കറികളും ലക്ഷ്മി ഉണ്ട്. തലേ ദിവസം എല്ലാം അരിഞ്ഞു വെച്ച് രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഒട്ടുമിക്ക കറികളും ഉണ്ടാക്കി കഴിഞ്ഞു. ഫുഡൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ക്രെഡിറ്റ് ഫുള്ള് ലക്ഷ്മിക്ക് തന്നെ കേട്ടോ. ഞാൻ പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. പായസത്തിനുള്ള പാല് മേടിക്കാൻ പോകണമെന്ന് കേട്ടപ്പോൾ തന്നെ ഉണ്ണി കരച്ചിൽ തുടങ്ങി കേട്ടോ. അവനും വന്നെന്ന് പറഞ്ഞ് കടയിലെത്തി ആദ്യം എടുത്തത് മിൽക്ക് മെയ്ഡാട്ടോ. മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് പായസം ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കുറച്ച് പാക്കറ്റ് പാലും മേടിച്ചു, പിന്നെ 2 പാക്കറ്റ് ബിങ്കോസും മേടിച്ചു. ബിങ്കോസിന് ഇത് അത്യാവശ്യം നല്ല എരിവാണ്, എങ്കിൽ പോലും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പൂപ്പിക്കും ഉണ്ണിക്കും എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ മിൽക്ക് മെയ്ഡ് കണ്ടപ്പോൾ പൂപ്പിക്ക് കൊതി പിടിച്ചാൽ കിട്ടുന്നുണ്ടായില്ല. പുള്ളിക്കാരി അതൊന്ന് പൊട്ടിച്ച് ഇച്ചിരി ടേസ്റ്റ് ചെയ്തപ്പോഴാണ് സമാധാനമായത്. പായസം ഇളക്കാനുള്ള ഡ്യൂട്ടി ലക്ഷ്മി എന്നെ ഏൽപ്പിച്ചു കേട്ടോ. ഞാനാണെങ്കിൽ ഇളക്കി എൻ്റെ കൈ ഊരിപ്പോരാറായി. ഞാൻ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പാല് തിളയ്ക്കാത്തതെന്ന് തോന്നുന്നു. ഞാനങ്ങ് മാറിക്കഴിഞ്ഞാൽ അപ്പം പാല് തിളക്കും. ഇത് പായസത്തിന് വേണ്ടി നെയ്യും പഞ്ചസാരയും കൂടെ ഉരുക്കി ഉണ്ടാക്കി വെച്ചേക്കണ എന്താണോ എന്തോ. ഞാനിത് ആദ്യമായിട്ട് കാണുന്ന. രാവിലെ തന്നെ പിള്ളേർ ഡ്യൂട്ടി തുടങ്ങി. ഒരാൾ ഫോണിലും ഒരാൾ ടി വിയിലും. മൊബൈൽ അങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരം കൊടുക്കാറില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഫോണങ്ങ് മേടിച്ച് വെച്ചു. പിന്നെ കുറേ നേരം ഇവർക്ക് കളിക്കാൻ കുറേ ടോയ്സ് ഉണ്ടായിരുന്നു, അതിനകത്ത് കയറി ഇരുന്ന് കളിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം മുറിയിൽ വന്നിട്ട് എൻ്റെ മേത്ത് കയറി കളിച്ചു. പിള്ളേരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം, ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനും ഇളക്കിനും അവസാനമായി നമ്മുടെ പായസത്തിന് തിള വന്നിരിക്കുന്നു കൂട്ടുകാരെ. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. അപ്പോൾ പിള്ളേർക്ക് നിലത്തിരുന്ന് കഴിക്കണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് പിള്ളേരെ നിലത്തിരുത്തി. ഞങ്ങളും അതുകൊണ്ട് നിലത്ത് തന്നെ ഇരുന്നു. പിള്ളേരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. ഓക്കെ, അങ്ങനെ ഓണം സ്പെഷ്യൽ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സി യു, ടേക്ക് കെയർ.